ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബോളി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബോയ്സിൻ്റെ എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡ് 1ഉം 2ഉം നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കഥ മനസ്സിലാവത്തുള്ളൂ. എങ്കിൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് കടക്കാം. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഹ്യൂജിനെയും ഫ്രഞ്ചിനെയും ബുച്ചറിനെയും കാണിച്ചുകൊണ്ടാണ്. ഹ്യൂജി ആകെ പേടിച്ച് നിൽക്കുവാണ്. അവനാണ് ആ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന സൂപ്പർ ഹീറോയുടെ ബോംബ് പൊട്ടിച്ച് കൊന്നിട്ടുള്ളത്. എന്തായാലും ഹ്യൂജി പറയുവാണ് അവന് വീട്ടിൽ പോകണമെന്ന്. അന്നേരം ബുച്ചർ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രഞ്ചി നിൻ്റെ ഒപ്പം വരും. കാരണം ഇവൻ ഒരു സൂപ്പർ ഹീറോയാണ് കൊന്നത്. ഇവരുടെ പുറകെ ആരെങ്കിലുമൊക്കെ ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവർ 3 പേരും പെടും. ഇതേ സമയമാണെങ്കിൽ ഫ്രഞ്ചി ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ഈ ബോഡി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാരണം ഈ ബോഡി ഇങ്ങനെ കത്തിച്ച് കളയാൻ ഒന്നും പറ്റത്തില്ല. കാരണം ബുള്ളറ്റ് പോലത്തെ ബോഡിയാണത്, കത്തിയൊന്നും പോകത്തില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെ ബുച്ചർ കൊടുക്കുന്നുണ്ട്. ഒരു സിങ്കിൻ്റെ വലിയ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ഈ ബോഡി എല്ലാം ഇട്ട് വെക്കുവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ഹോംലാൻഡ് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് അലുമിനിയത്തിൻ്റെ ഒക്കെ ബോക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അലുമിനിയത്തിൻ്റെ അല്ല, സിങ്കിൻ്റെ ബോക്സ് ആണ്, സോറി. അപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ മാഡ്ലിൻ നമ്മുടെ സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആനീനെ കാണാൻ വേണ്ടി വിളിക്കുകയാണ്. ആനീനെ നിങ്ങളാരും മറന്നിട്ടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സൂപ്പർ സെവനിൽ കുറച്ച് നാൾ മുമ്പ് ചേർന്നിട്ടുള്ള സൂപ്പർ ഹീറോ ആണ്. നമുക്ക് പിന്നെ ആനീനെ തൊട്ട് നമുക്ക് സ്റ്റാർലൈറ്റ് എന്ന് വിളിക്കാം. സ്റ്റാർലൈറ്റിനെ വിളിച്ചിട്ട് മാഡ്ലിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിഷനെ പറ്റിയാണ്. കുറച്ച് ഡ്രഗ് ഡീലേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഒരു സ്ത്രീയെ കുറേ പേര് ആക്രമിക്കുന്നത് കണ്ട നമ്മുടെ സ്റ്റാർലൈറ്റ് ആ ആണുങ്ങളെയൊക്കെ അടിച്ചോടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്പ് ഭയങ്കര വൈറലായി. അപ്പോൾ ഇത് മാഡ്ലിൻ ഇവളെ കാണിച്ചപ്പോൾ ഇവൾ പേടിച്ച് പോവാണ്, ഇനി ഇവർക്ക് വല്ല പണിയാവുമെന്ന്. അന്നേരം മാഡ്ലിൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ ചെയ്ത നല്ലൊരു കാര്യമാണ്. കാരണം ഈ വീഡിയോ അത്രയ്ക്ക് വൈറലായി. നമുക്കറിയാം നമ്മുടെ ലോകത്ത് എന്തെങ്കിലും ചെറിയൊരു നന്മ ചെയ്യണ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അവർ പിന്നെ ദൈവത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്പനിക്ക് ഭയങ്കര ഗ്രോത്ത് കിട്ടി. സ്റ്റാർലൈറ്റിൻ്റെ ആ കാര്യം ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് പറയുവാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഡ്ലിൻ പുതിയൊരു കോസ്റ്റ്യൂമും നമ്മുടെ സ്റ്റാർലൈറ്റിന് കൊടുക്കുവാണ്. ആ കോസ്റ്റ്യൂം ഭയങ്കര ചെറിയ ഡ്രസ്സാണ്. നമ്മുടെ സ്റ്റാർലൈറ്റ് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല. അപ്പോൾ സ്റ്റാർലൈറ്റ് ഓപ്പണായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കകത്തേക്ക് ഇതിടാൻ സാധിക്കത്തില്ലെന്ന്. പക്ഷേ മാഡ്ലിൻ അത് സമ്മതിക്കുന്നില്ല. കാരണം ഇത് ഇട്ടേ പറ്റത്തുള്ളൂ. കാരണം ഇതവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ ആവശ്യങ്ങളാണ്. സോ വേറൊരു വഴിയുമില്ല. സൂപ്പർ സെവൻ എന്ന് പറയുന്ന ടീമിൽ നമ്മുടെ സ്റ്റാർലൈറ്റിനെ തുടരണമെങ്കിൽ അവൾ ഇത് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ മാഡ്ലിൻ നിർബന്ധപ്രകാരം അവർക്ക് കോസ്റ്റ്യൂം ഇടേണ്ട ഒരു അവസ്ഥ വരുവാണ്. അങ്ങനെ അടുത്ത സീനിൽ ഹ്യൂജിനെ കാണിക്കുകയാണ്. ഹ്യൂജി തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ്റെ റൂമിൽ ചെന്ന ഉടൻ തന്നെ അവിടെ ഒട്ടിച്ചിരിക്കുന്ന സൂപ്പർ ഹീറോസിൻ്റെ ഒക്കെ ഫോട്ടോ വലിച്ചു കീറി അതൊക്കെ അടിച്ച് പൊട്ടിക്കുവാണ്. ഈ ഒച്ച കേട്ട് അവൻ്റെ റൂമിലേക്ക് വന്നിട്ട് അവനോട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടെന്നും ആ ഡോക്ടർ വന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ മാറ്റി കൊടുക്കാൻ സഹായിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇത് കേട്ട് ഹ്യൂജി വളരെ രീതിക്ക് ചൂടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, പുള്ളി ഓക്കെ എന്ന് പറയുവാണ്. പക്ഷേ എൻ്റെ അച്ഛൻ അവനെ മനസ്സിലാക്കുന്നില്ല. അവൻ്റെ അച്ഛൻ അറിയില്ലല്ലോ ഇത്രയും വലിയ പ്രശ്നത്തിലാണ് പുള്ളിയുടെ മകൻ പോയി പെട്ടേക്കുന്നതെന്ന്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ബുച്ചറിനെ കാണിക്കുകയാണ്. ബുച്ചർ ഒരു ജയിലിലെ വാർഡനെ കാണാൻ ചെന്നേക്കുവാണ്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ സീരീസിൽ ഒറിജിനൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല, പകരം നമുക്ക് ഈ ക്യാരക്ടറിനെ മാർവിൻ എന്ന് വിളിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചേക്കാം. സോ ബുച്ചർ മാർവിനെ കാണാൻ വന്നേക്കുന്നത് അവൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവൻ സൂപ്പർ ഹീറോസിനെ പോരാടുന്ന കാര്യം ഓൾറെഡി മാർവിൻ അറിയാം. പക്ഷേ മാർവിൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ബുച്ചർ എന്താണ് പറയുന്നുണ്ട്, അവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോനെ കൊന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ മാർവിന് വിശ്വാസം വരുന്നുണ്ട് ഇവൻ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മാർവിനും ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാർവിനും ഹ്യൂജിയും ബുച്ചറും എല്ലാവരും കൂടി ഒരു പ്ലാൻ തന്നെ ചെയ്യുവാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹ്യൂജിയുടെ ഗേൾഫ്രണ്ടിനെ കൊന്നിട്ടുണ്ടായിരുന്ന ഏഡ്രിയൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹീറോയുടെ ഗേൾഫ്രണ്ടിനെ പറ്റി കൂടുതൽ ഒരു അന്വേഷിക്കുകയാണ്. അങ്ങനെ അവളെ പറ്റി അന്വേഷിച്ചതിന് ശേഷം അവളുടെയൊക്കെ അവിടെ ചെന്നിട്ട് രഹസ്യമായി എങ്ങനെയെങ്കിലും അവരറിയാതെ തന്നെ അവിടെ ഒരു മൈക്ക് വല്ലതും വെച്ചിട്ട് ഇവർ ഏഡ്രിയനും ഗേൾഫ്രണ്ടും തമ്മിലുള്ള സംസാരമൊക്കെ ഇവർക്ക് ലീക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇവർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹ്യൂജിയൊക്കെ ഈ TV സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് അങ്ങനെ ഗേൾഫ്രണ്ടിൻ്റെ ആ ഒരു റൂമിലേക്ക് ചെല്ലുവാണ്. അവരവിടെ കയറി വോയിസ് റെക്കോർഡറൊക്കെ വെക്കുന്നുണ്ട്. വെച്ച് പുറത്ത് ഇറങ്ങിയതും അങ്ങോട്ടേക്ക് ഏഡ്രിയൻ വരുവാണ്. ഹ്യൂജി ഇത് കണ്ടതും ഞെട്ടിപ്പോവാണ്. കാരണം ഇവർ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഏഡ്രിയന് ഹ്യൂജിനെ ഇപ്പോൾ ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് അവർക്ക് സേഫായിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റുന്നുണ്ട്. അന്ന് രാത്രി ഇവർക്ക് ഏഡ്രിയനും തൻ്റെ ഗേൾഫ്രണ്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏഡ്രിയൻ ഗേൾഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയൊക്കെ പോയാലും ആ കോമ്പൗണ്ട് വി വേണം, അത് അർജൻറ്റാണ്, എനിക്ക് മാത്രമാണ് 2 ദിവസത്തിന് ശേഷം വരാൻ പോകുന്ന റേസ് എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ ഈ റേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ ഫോർട്ട് ഇൻ്റർനാഷണൽ തന്നെ നടത്തുന്ന ഒരു റേസാണ്. ലോകത്തിലെ ഏറ്റവും സൂപ്പർ സ്പീഡുള്ള ആ ഒരു സൂപ്പർ ഹീറോനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള റേസാണ്. ഇത് ജയിക്കുന്ന ആൾക്ക് സൂപ്പർ സെവനിട്ട് ഡയറക്റ്റ് ടീമിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏഡ്രിയൻ പേടിക്കാൻ കാരണം ഷോക്ക് വേവ് എന്ന് പറഞ്ഞ വേറെ സൂപ്പർ ഹീറോയും മത്സരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇച്ചിരി സീനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പോയാലും ഈ കോമ്പൗണ്ട് വി വേണം. അപ്പോൾ പുള്ളിയുടെ ഗേൾഫ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അത് ഉപയോഗിക്കരുത്. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് നീ അത് അധികമായി ഉപയോഗിച്ചിട്ട് പോയപ്പോൾ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നീ ഒരു സ്ത്രീയെ ചെന്നിടിച്ച് ആ സ്ത്രീ മരിച്ചു, ആ സ്ത്രീ കൊല്ലപ്പെട്ടു, അത് നീ ഒരിക്കലും മറക്കരുതെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന ഹ്യൂജിക്കും ബുച്ചറിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്ന് ഈ കോമ്പൗണ്ട് വി എന്ന് പറയുന്ന എന്തോ ഒരു സാധനമുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ പവർ അങ്ങോട്ട് കൂടുന്നു തോന്നുന്നു. കാരണം അങ്ങനെ വെച്ചാണ് കൺട്രോൾ ഇല്ലാതെ ഹ്യൂജിയുടെ ഗേൾഫ്രണ്ടിനെ ഇടിച്ച് ഗേൾഫ്രണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും കോമ്പൗണ്ട് വി കൊടുക്കൂലെന്ന് തന്നെ
ഏട്രൻ്റെ ഗേൾ ഫ്രണ്ട് പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന ഹ്യൂജിയും ബുച്ചറും എല്ലാവരും ഒരു പുതിയ പ്ലാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഈ റേസ് നടക്കുന്ന അതേ ദിവസം ബുച്ചർ ആ സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് ഈ എയർട്രെയിനെ നിരീക്ഷിക്കും. ഇതേ സമയം ഫ്രഞ്ചി ആരും കാണാതെ ഈ ഒരു എയർട്രെയിൻ്റെ റൂമിൽ കയറിയിട്ട് ഈ കോമ്പൗണ്ട് വി അടിച്ചു മാറ്റണം. അങ്ങനെ ദിവസം ആവുകയാണ്. ഇവരുടെ പ്ലാൻ അതേപോലെ തന്നെ ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിക്കുവാണ്. ബുച്ചർ സ്റ്റേഡിയത്തിൽ തന്നെ നിൽപ്പുണ്ട്. ഫ്രഞ്ചി ആണെങ്കിൽ എയർട്രെയിനോട് ഇല്ലാത്ത സമയം എയർട്രെയിൻ്റെ റൂമിൽ കയറി ഈ ഒരു കോമ്പൗണ്ട് വി എടുക്കാൻ ശ്രമിക്കുന്ന നിമിഷം അങ്ങോട്ടേക്ക് സ്റ്റാർലൈറ്റ് വരുവാണ്. സ്റ്റാർലൈറ്റ് വന്നതും പ്ലാൻ പൊളിഞ്ഞെന്ന് നമ്മൾ കരുതും. പക്ഷെ അന്നേരത്തേക്കും ഹ്യൂജ് ചാടി ചെന്നിട്ട് സ്റ്റാർലൈറ്റിനോട് സംസാരിച്ച് സ്റ്റാർലൈറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോവാണ്. ആക്ച്വലി ഈ ഒരു ഹ്യൂജിയും സ്റ്റാർലൈറ്റും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ ഹ്യൂജിയും സ്റ്റാർലൈറ്റും സംസാരിച്ചുകൊണ്ട് പോവാണ്. ഹ്യൂജി സ്റ്റാർലൈറ്റിനോട് ചോദിക്കുന്നത്, അന്ന് നീ ആ ഗ്രൗണ്ടിൽ ഇരിക്കാൻ നേരത്ത് നമ്മൾ സംസാരിച്ചതിനിടയ്ക്ക് നിനക്ക് നീ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഈ സൂപ്പർ ഹീറോ ജോലി ആയിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സ്റ്റാർലൈറ്റ് പറയുകയാണ്, അതെ, നിങ്ങൾ കാണുന്നവരും ഒന്നല്ല ഈ സൂപ്പർ ഹീറോ ലൈഫ്, ഇത് അത്ര രസമൊന്നുമല്ല. ഞങ്ങളെല്ലാവരും വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ വെറും പ്രോഡക്റ്റ് മാത്രമാണ്, അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുക്കൾ മാത്രം. അങ്ങനെ റേസ് തുടങ്ങാൻ പോവാണ്. റേസ് തുടങ്ങുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം ഈ എയർട്രെയിൻ ആരും കാണാതെ ഈ കോമ്പൗണ്ട് വി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ തന്നെ ആ മത്സരം സുഖമായി വിജയിക്കുവാണ്. ഇതേ സമയം രഹസ്യമായിട്ട് നമ്മുടെ എയർട്രെയിൻ്റെ ഗേൾ ഫ്രണ്ട് റൂമിൽ ഇരുന്നിട്ട് എന്തോ ഒരു ഇഞ്ചക്ഷൻ ബോഡിയിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാർവിൻ രഹസ്യമായി ആ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. മാർവിൻ ഇത് കണ്ടതും ബാക്കിയുള്ളവരെല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നിരീക്ഷിക്കുന്ന അതേ സമയം കുറച്ച് നേരങ്ങൾക്ക് ശേഷം, ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് കുറച്ച് നേരങ്ങൾക്ക് ശേഷം എയർട്രെയിൻ്റെ ഗേൾ ഫ്രണ്ട് വളരെ വ്യത്യസ്തമായി പെരുമാറുകയാണ്. ഭയങ്കര വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കി അലറുമൊക്കെയാണ്. എന്തോ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഒരു എനർജി കയറി പോലെ. അവളിപ്പോൾ ഭയങ്കര ഓവർ പവേർഡാണെന്ന് അത് കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവും. ഇതേ സമയം അവളുടെ റൂം റെൻറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ ആണെങ്കിൽ കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇച്ചിരി റൊമാൻറ്റിക് വൈബിലൂടെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ആ പുള്ളീനെ. അവരെങ്ങനെ വശീകരിച്ച് ഇച്ചിരി റൊമാൻസിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇവളുടെ ഒരു ഓവർ പവർ കാരണം ആ റൂം ഓണർ തന്നെ മരിച്ചു പോവാണ്. ഈ അവസരം മുതലാക്കി ബുച്ചറും ബാക്കിയുള്ളവരും അവളുടെ റൂമിലേക്ക് വേഗം ചെല്ലുവാണ്. അവിടെ ചെന്നതിന് ശേഷം അവരവളോട് കോമ്പൗണ്ട് വീനെ പറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മര്യാദയ്ക്ക് വ്യക്തമായി പറയാൻ പറയുവാണ്. അഥവാ അവളതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ ക്ലിപ്പ് എല്ലാം വൈറലാകുകയും അവളുടെ കരിയർ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് കോമ്പൗണ്ട് വീനെ പറ്റിയുള്ള എല്ലാം മര്യാദയ്ക്ക് പറയാൻ ബുച്ചർ അവളോട് പറയുവാണ്. അങ്ങനെ എപ്പിസോഡിന്റെ അവസാനം ഹോംലാൻഡറിനെ കാണിക്കുവാണ്. ഹോംലാൻഡർ മാഡ്ലിനെ കാണാൻ ചെന്നേക്കുവാണ്. മാഡ്ലിനെ ഹോംലാൻഡർ സിങ്ക് ബോക്സിലിട്ടിട്ടുണ്ടായിരുന്ന പൊട്ടിത്തെറിച്ചു പോയിട്ടുള്ള ട്രാൻസ്ലുസെന്റിന്റെ ബോഡി കാണിക്കുകയാണ്. എന്നിട്ട് ഹോംലാൻഡർ മാഡ്ലിനോട് പറയുവാണ്, ആരോ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുണ്ട് നമുക്കെതിരെ സൂപ്പർ ഹീറോസിനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത്. എത്രയും വേഗം അവനെ കണ്ടുപിടിക്കണം, അതാരാണെങ്കിലും. കാരണം അവർക്ക് നമ്മുടെ വീക്ക്നെസ്സസ് അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു സിങ്ക് ബോക്സിൽ ഇട്ട് വെച്ച് ഈ ബോഡി വെച്ചത്. കാരണം എനിക്ക് സിങ്ക് ബോക്സിൻ്റെ അകത്തുള്ള ഒന്നും സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുവാണ്. മാഡ്ലിനും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്, ആരോ ഇവരെ വേട്ടയാടാൻ തുടങ്ങി. നമ്മുടെ ബുച്ചറാണെങ്കിൽ ആ ബോക്സിൽ വി ആർ കമ്മിങ് ഫോർ യു എന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ യുദ്ധം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഹോംലാൻഡറിനെല്ലാം മനസ്സിലായിട്ടുണ്ട്, അവരെ ആരോ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ബുച്ചറിനും ബാക്കിയുള്ളവർക്കും ആണെങ്കിൽ കോമ്പൗണ്ട് വീനെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ രഹസ്യം ഈ കോമ്പൗണ്ട് വി എന്നെല്ലാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ശക്തമായ സൂപ്പർ ഹീറോസിനെതിരെയുള്ള സാധാ മനുഷ്യരുടെ പോരാട്ടം. അവർക്ക് ജയിക്കാൻ സാധിക്കില്ലയോ എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാം. ഇനി അങ്ങോട്ട് നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അടിപൊളി എപ്പിസോഡ്സാണ്. ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീഡിയോസ് കിട്ടും. സോ താങ്ക് യു.